സപ്ലൈകോയ്ക്കോ കേരള സർക്കാരിനോ വില വർദ്ധിപ്പിക്കാൻ അശേഷം താല്പര്യമില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ സപ്ലൈകോ കൂട്ടിപ്പോകാതിരിക്കണമെങ്കിൽ വില വർധനവ് ഇത്രയെങ്കിലും ഉണ്ടായേ തീരുമെന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ, സപ്ലൈകോ തുടരണമോ വേണ്ടയോ? സപ്ലൈകോയും ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് സപ്ലൈകോ തുടരണമെന്നാണ്. ഈ കർശനമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സപ്ലൈകോ ശ്രമിച്ചത് എന്താ? പൊതുക്കമ്പളത്തെ വിലയേക്കാളും 35% വില കുറച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. സപ്ലൈകോ ഉണ്ടായത് അതിനു വേണ്ടിയാണ്. പൊതുമാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ആ ഇടപെടൽ വഴി വില കുറച്ചുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് 13 വസ്തുക്കൾ നൽകാൻ വേണ്ടിയാണ് സപ്ലൈകോ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിനെ ജനങ്ങൾ മനസ്സിലാക്കുമെന്നും പിന്താങ്ങുമെന്നുമാണ് ഞങ്ങളുടെ വിശ്വാസം. മാധ്യമങ്ങളും അതിനകത്ത് ജനങ്ങളെയും ഞങ്ങളെയും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, ഈ പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന് കാരണമാകും സപ്ലൈകോയിലെ വിലക്കയറ്റം, അതുകൊണ്ട് സർക്കാർ അതിനൊരു പുനഃപരിശോധിക്കും. അതേ പ്രശ്നം അതാണ്. സപ്ലൈകോ ഇല്ലാതായാൽ പൊതുക്കമ്പോളത്തിലെ വില ആർക്കും തടയാനാകില്ല. ബാണത്തിനേക്കാളും വേഗത്തിൽ അപ്പോൾ വില കുതിച്ചു കയറും. പാവങ്ങളെ പിഴിയും പൊതുക്കമ്പോളത്തിലെ താല്പര്യക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട്. അത് സപ്ലൈകോ അതുകൊണ്ട് വേണം. സപ്ലൈകോ വേണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടി, സപ്ലൈകോ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി സർക്കാരിന് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യമാണിത്. ഇത് ചെയ്യുന്നത് ഇഷ്ടത്തോടെയല്ല, വേറെ മാർഗമില്ല. അതുകൊണ്ട് മാത്രമാണ് 35% ഇപ്പോഴും വില കുറവായിരിക്കും അവിടെ. ആ സത്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ പിന്തുണയോടെ സപ്ലൈകോ മുങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങളെല്ലാം സഹായിക്കണം. അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ 13 സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. സപ്ലൈകോ രക്ഷിക്കുന്നതിന് വേണ്ടി ബജറ്റിൽ വേണ്ടത്ര നീക്കിയിരിപ്പ് ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി CPI മന്ത്രിമാർ ഉയർത്തുണ്ടായിരുന്നു. ബജറ്റിൽ വേണ്ടത്ര തുക വകയിരുത്തുന്നതിന് പകരം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കമുണ്ട് ഗവൺമെൻറ്റിന്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും കേരള സർക്കാരിനെ രാഷ്ട്രീയ കാരണത്താൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ചുറ്റുപാടിലാണ് ബജറ്റ് ഉണ്ടായത്. ആ ബജറ്റിൽ നിന്നുകൊണ്ട്, അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സപ്ലൈകോ അടക്കമുള്ള എല്ലാ വിഭാഗത്തെയും സഹായിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെയും പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത് ഒരു വർധനവിൻ്റെ കാര്യമാണ്. മുമ്പ് മാറ്റിവെച്ച സംഖ്യയേക്കാളും 70 കോടിയിൽ പരം രൂപ വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരള സർക്കാർ സപ്ലൈകോയെ തുണയ്ക്കാനും സഹായിക്കാനും വേണ്ടി സാധ്യമായ എല്ലാ വഴികളും നോക്കുന്നുവെന്നാണ്. സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പിൽ നിന്നും പുറകോട്ട് പോവുകയാണ്. അല്ല, LDF സർക്കാരാണ് ജനങ്ങളുടെ സർക്കാർ. ആ സർക്കാരാണ് ഉറപ്പുകൾ പാലിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ. അതെല്ലാവർക്കും ബോധ്യപ്പെടും. അത് കാണാനാകാത്തവർക്കെല്ലാം കാണാൻ പ്രയാസമുണ്ട്.